ഇപ്പം പറഞ്ഞല്ലോ രണ്ടുപേരും വ്യത്യസ്ത സ്വഭാവക്കാരാണെങ്കിലും രണ്ടുപേരെ ഒരുമിച്ച് നിർത്തുന്ന കോമൺ ആയിട്ടൊരു കാര്യം എന്തായിരിക്കും? അമ്മയും പാപ്പും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അമ്മയുടെ ഭക്ഷണം. അതെ, ഇത് എപ്പോഴും ശരിക്കും ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ്. അമ്മയുടെ ഫുഡ് ആണ് ഞങ്ങൾക്ക് ഒരേപോലെ ഇഷ്ടമുള്ള വൺ ആൻഡ് ഓൺലി വൺ തിങ്. ആൻഡ് മ്യൂസിക് മേ ബി. പിന്നെ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് വി വെരി മച്ച് ഇപ്പോഴാണ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു 18 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സിസ്റ്റർഹുഡിൽ നിന്ന് മാറി ശരിക്കും ഫ്രണ്ട്സായി. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം സെയിം. ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ അങ്ങനെയാണ്. സോ ഐ ഡോണ്ട് നോ, വലുതായി ചേച്ചി ഇതൊക്കെ ഞങ്ങളുടെ ഒരു ബ്രിങ്ങിങ് അപ്പിന്റെ ഭാഗമാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നിരിക്കണേ. എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒന്നിച്ച്, ഞാനില്ലാണ്ട് അവളില്ല, അവളില്ലാണ്ട് ഞാനില്ല. അപ്പം അത് നമ്മളുടെ ഒരു സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവളുടെ സ്വഭാവം അതാണ്, അതിലൊരു ഭംഗിയുണ്ട്. എന്റെ സ്വഭാവം ഇതാണ്, ഇതിലൊരു ഭംഗിയുണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അതങ്ങനെ അങ്ങ് പോവും. അത് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടില്ല ഇതുവരെ. ഇപ്പം ഒരുപാട് എനിക്ക് തോന്നുന്നു, ഞാൻ അടുത്തിടെ വേറൊരു സെലിബ്രിറ്റീൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികൾ പാടിക്കൊണ്ട് നടക്കുക, മിന്നി മിന്നി കണ്ണ് ചിമ്മി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമല്ലേ പാട്ട്. അതെ, ഇപ്പൊ മൊത്തത്തിൽ ചിമ്മിയിരിക്കുന്ന അവസ്ഥ. ഞാൻ 40 minutes ഉറങ്ങിയിട്ടുള്ളൂ in the last 48 hours. അത് ശരിക്കും പിന്നെ എന്താ പറ്റിയ ഷൂട്ടിലേക്ക് പോയാൽ നമ്മളുടെ കുറച്ച് കണ്ടന്റ് ഷൂട്ടും പുതിയ പാട്ടുകളുടെ ഷൂട്ടും ഒക്കെ. അപ്പൊ അത് ഇന്നലെ രാവിലെ തുടങ്ങണ്ടായിരുന്നു, പക്ഷെ തുടങ്ങിയപ്പോ രാത്രി 8:30. കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമൃത വളരെ ടൈറ്റ് ഷെഡ്യൂളാണ് എനിക്ക് ഇന്റർവ്യൂ തരുന്നത് തന്നെ. കാരണം നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഇല്ല ജഗര് തന്നു പോയത്. സന്തോഷമുള്ള ഒരു കാര്യമാണ്. സ്പെഷ്യലി കൈരളി ടിവിന്ന് ഇങ്ങനെ ഓണം സ്പെഷ്യൽ ആയിട്ട് അത് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ചേട്ടനാണ്. പിന്നെ ഞാൻ പണ്ട് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഗെറ്റ് സെറ്റ് ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോരം TV ഷോസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, അമൃത ഇടയ്ക്ക് RJ ആയിരുന്നില്ലേ? അതെങ്ങനെയാണ് എൻജോയ് ചെയ്തിരുന്നത് ചേച്ചി? അത് ഈ പറഞ്ഞ മാതിരി എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എനിക്ക് സംസാരിക്കുന്നതൊക്കെ ഇച്ചിരി പുറകോട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ചെയ്യണം. ഞാൻ ഈ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഈ RJs ഒക്കെ ഇങ്ങനെ സംസാരിക്കണേ. അപ്പോൾ അത് എനിക്കൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ, ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയണ പോലെ അങ്ങനെ ഒരു ഓഫർ വരുന്നു ഖത്തറിൽ. ഞാനൊരു 6-7 months അവിടെ സെലിബ്രിറ്റി RJ ആയിട്ട് ഒരു രാത്രി ഒരു ഷോ, സുനോ മെലഡീസ് എന്ന് പറഞ്ഞൊരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതൊരു ഭയങ്കര പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് അബിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഷോ. എനിക്ക് തോന്നുന്നു കപ്പലിൽ ഒരു ഷോ 4 വർഷം 5 വർഷം ഒരേ ഷോ. നമുക്കറിയില്ലല്ലോ നമ്മളെ പറ്റി. ഞങ്ങൾ എന്റെ ജോലി 10-16 വർഷമായിട്ട് ഇത് തന്നെയാണ് മക്കളെ. അല്ല ശരിക്കും എനിക്കറിയാം, കപ്പൽ 5 വർഷത്തോളം ആ ഷോ ചെയ്ത് ഒരാൾ അത്രയും നാൾ ഷോ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഷോ ഒരു വലിയ വിജയമാണെന്നാണ് അതിനർത്ഥം. അപ്പം ഇപ്പൊ അങ്ങനെ തോന്നാറുണ്ട് പിന്നെ ഞങ്ങളെയൊക്കെ പോലെ വിജയമായിട്ട് വരണം അങ്ങനെ? ഇല്ല, അതല്ല. എനിക്ക് ഞാൻ ആ ഷോ അത്രയും കാലം ചെയ്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞോട്ട് ഞാനായിട്ട് നിൽക്കുമായിരുന്നു. എൻ്റെ ആ ടീമും എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ബിനു എന്ന് പറഞ്ഞ ബിനു ചേട്ടനായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ പുള്ളി എനിക്ക് എന്തൊരു ടോപ്പിക് നിനക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിച്ചോളാൻ പറയും. അങ്ങനെ നമുക്കൊരു ഷോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും, അതുകൊണ്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ എനിക്ക് ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയിൽ നിന്നുകൊണ്ട് എനിക്കതൊന്നും പറ്റൂല. ശരിക്കും രണ്ടുപേർക്കും ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ നിൽക്കാൻ പറ്റുക എന്നുള്ളത്. അതിന് നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, നമ്മൾ തന്നെ ആയിക്കോട്ടെ അല്ലേ, നമുക്ക് ഫേക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമല്ലേ? അനുഗ്രഹവുമാണ്. നാളെ കുറേ നാളുകൾ കഴിഞ്ഞ് ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ വിൽ നോട്ട് ഹാവ് എനി റിഗ്രറ്റ് ഫോർ വാട്ട് വി വെയർ. ഞങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിന് ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല, ഞങ്ങൾ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ആരെയും പറ്റിച്ചിട്ടില്ല. അപ്പോൾ ഉപദ്രവിച്ചവരെ പോലും തിരിച്ചു നോവിച്ചിട്ടില്ല. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളായിട്ട് നിന്നത് കൊണ്ട് പഴി കേൾക്കേണ്ട വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരാൾ അടിക്കാൻ വരുമ്പോൾ നമ്മളൊന്ന് തട്ടി മാറിയ സീനായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരാൾ നോക്കുമ്പോൾ ഒരാൾ അടുത്ത് വന്നപ്പോൾ മാറിയതാണെന്ന് വിചാരിക്കും. അപ്പോൾ അവക്ക് ജാടയാ എന്ന് പറയും. പക്ഷെ ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം എന്താ പറയുക, ഞങ്ങൾ ഒരിക്കലും ലൈഫിൽ മനുഷ്യര് ആരും പെർഫെക്റ്റ് അല്ല. ഞങ്ങൾ ഇംപെർഫെക്ഷൻസ് തോന്നുന്നുണ്ട്, വി ആർ റിയൽ. യു ലുക്ക് അറ്റ് സംബഡി ആൻഡ് അവര് ഭയങ്കര പ്രത്യേകതരം പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് കള്ളത്തിലുണ്ട് അതിന്റെ പുറകിൽ. കാരണം എങ്ങനെ കക്കാൻ അറിയുന്ന നിൽക്കാൻ അറിയുന്നതല്ല, നിൽക്കാൻ അറിയുന്ന ആൾക്കാരാണ്
ഒരുവിധപ്പെട്ട 99% എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഒരു കുറച്ചൊക്കെ ഹേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് അവരുടേതായ ഒരു രീതിയുണ്ട്. അവർ പറയുന്ന whatever they doing അത് ജെന്യുവൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ സിറ്റുവേഷൻസോ ഒരുപക്ഷെ എല്ലാവരുടെയും ലൈഫിൽ പല പ്രാവശ്യങ്ങളായിട്ട് വന്നു പോയിട്ടുണ്ട് ചേച്ചി. പക്ഷെ അവരുടെ ലൈഫിൽ അവർ ചിലപ്പോൾ അവരെന്ത് ചെയ്തെന്ന് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അപ്പോഴാണ് നമ്മൾ കുറ്റക്കാരായി മാറുന്നത്.